വരെ ജനീവയിൽ നടക്കും. കാസർഗോഡ് അടക്കമുള്ള ഇടങ്ങളിൽ എൻഡോസൾഫാൻ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. എൻഡോസൾഫാൻ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യ വിഷൻ ഇന്നു മുതൽ നൽകുകയാണ്. പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അംഗവൈകല്യം ഭയന്ന് എൻഡോസൾഫാൻ ഗ്രാമങ്ങളിൽ സ്ത്രീകൾക്കിടയിൽ ഭ്രൂണഹത്യ വ്യാപകമാകുന്നതായി ഞങ്ങളുടെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ MS ശ്രീകല കാസർഗോഡ് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ അമ്മമാർ തുടർന്നുള്ള പ്രസവങ്ങൾ ഒഴിവാക്കാനാണ് പലപ്പോഴും ഭ്രൂണഹത്യക്ക് ഒരുങ്ങുന്നത്. ആ റിപ്പോർട്ടിലേക്ക്. മൃതതുല്യമായ ഒരു തലമുറയ്ക്ക് ജന്മം നൽകിയ കാസർകോട്ടെ അമ്മമാർ ഇപ്പോൾ മാനസ സന്താനങ്ങളെ ബലി നൽകാൻ പഠിച്ചിരിക്കുന്നു. പ്രസവിക്കാൻ ഭയന്ന് ഗർഭത്തിൽ തന്നെ കൊല ചെയ്യപ്പെടുകയാണ് ഇവിടത്തെ കുട്ടികളെന്നറിയുക. ബോവിക്കാനത്തെ ഒരു അടുക്കളയിൽ നിൽക്കുന്ന ഈ അമ്മയ്ക്ക് പേരില്ല, മുഖവും ആവശ്യമില്ല. ഡോക്ടർക്ക് പോകാൻ തോന്നിയിരുന്നു. ആദ്യത്തെ കുട്ടി അങ്ങനെ ആവുമ്പോൾ തന്നെ എനിക്ക് പേടിയാകാൻ തുടങ്ങി. അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർക്ക് പോയത്. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കുമ്പോഴേക്കും മുമ്പത്തെ അതേപോലെ തന്നെ ഇവിടെ മുണ്ടെന്ന് ഡോക്ടറിനോട് പറഞ്ഞു. ഞാനും ഹസ്ബൻഡാണ് പോയത്. ഹസ്ബൻഡിനോട് മുഴുവൻ കാര്യങ്ങളും ഡോക്ടർ സംസാരിച്ചു. അപ്പോൾ ഹസ്ബൻഡിന് പോയി അമ്മയോട് പറയാൻ വേണ്ടിയിട്ട് പേടിയായി. അമ്മ ആദ്യത്തെ ഒരു കുട്ടി അങ്ങനെ ആയത് തന്നെ തന്നെ മൊത്തം എന്നെ ഒപ്പം ചീത്ത വിളിച്ചുകൊണ്ടും ശകാരിച്ചുകൊണ്ടും നിൽക്കുന്നുണ്ട്. നീ എൻ്റെ മോനെ ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമതും പറയാൻ പേടിയായതുകൊണ്ട് ഭർത്താവോട് ഞാൻ പറഞ്ഞു, പറയേണ്ട വീട്ടിൽ നമുക്ക് അമ്മ അറിയാതെ തന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. 2007 ഈ അമ്മ നിയമവിരുദ്ധമായി ഗർഭഛിദ്രം നടത്തിയത്. പിന്നീട് ഇതുവരെ ഗർഭിണിയാവാഞ്ഞത് ഭാഗ്യമെന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇനിയും പ്രസവിച്ച് ഒരു പരീക്ഷണത്തിന് ഇവർ തയ്യാറല്ല. ഇല്ല, എന്നെ നിർബന്ധിച്ച അപകടം ആക്കിയതാണ് ഞാൻ. കാരണം മുമ്പത്തെ കുട്ടിക്ക് തന്നെ ഈ അവസ്ഥ വന്നുകൊണ്ട് എനിക്ക് കഷ്ടതകൾ അനുഭവിച്ച് ഞാൻ മറ്റൊരു കുട്ടിക്കും കൂടി ജന്മം കൊടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പേടി തോന്നിപ്പോയി. പൊതുമേഖലയിൽ എൻഡോസൾഫാൻ ഉൽപ്പാദിപ്പിച്ച് ഈ രാജ്യത്ത് യഥേഷ്ടം തെളിക്കുന്നവർ അറിയണം ഈ വിഷത്തെ പേടിച്ച് ഗർഭഛിദ്രം നടത്തി ജീവിക്കുന്ന കാസർകോട്ടെ അമ്മമാരുടെ കഥ. എൻമക ജയിലും പെർളയിലും കുമ്പട ജയിലും ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ അവർ ഇതുതന്നെ പറഞ്ഞു. ശാരീരികമായ അവശതകൾക്ക് പുറമെ ഗർഭഛിദ്രം സമ്മാനിച്ച തീരാത്ത മനോവേദനയും ഇപ്പോൾ ഇവർ ചുമക്കുന്നുണ്ട്. ഭർത്തൃവീട്ടുകാർ അറിയാതെയാണ് ഞങ്ങൾ കണ്ട മുഴുവൻ സ്ത്രീകളും ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ തീരുമാനിച്ചത്. 2 പേർ ഭർത്താവ് പോലും അറിയാതെയും. മൂളിയാറിലെ പുഞ്ചിരി ക്ലബ്ബ് നടത്തിയ സർവേയിൽ കണ്ടെത്തിയത് ഈ ഗർഭഛിദ്രങ്ങൾ മുഴുവൻ മംഗലാപുരത്താണ് നടന്നതെന്നാണ്. എന്നാൽ ഇതൊന്നും ഇതുവരെ നമ്മുടെ സർക്കാർ അറിഞ്ഞിട്ടില്ല. ഔദ്യോഗികമായ ഒരു സർവേയും പഠനവും ഇതുവരെ ഇവരെ രേഖപ്പെടുത്തിയിട്ടില്ല. എൻഡോസൾഫാൻ ഇരകളുടെ കണക്കെടുക്കുമ്പോൾ ഒരു കാലത്തും ഈ അമ്മമാരുടെ പേരുകൾ കണ്ടെന്നും വരില്ല. ക്യാമറമാൻ TR രതീഷിനൊപ്പം കാസർഗോഡ് നിന്ന് ശ്രീകല, ഇന്ത്യ വിഷൻ. സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ ഇന്ത്യ എൻഡോസൾഫാനെതിരെ ചോദ്യം ഉന്നയിക്കണമെന്നാവശ്യപ്പെട്ട് എൻവിസാജിന്റെ നേതൃത്വത്തിൽ എൻഡോസൾഫാൻ ഇരകളും കുടുംബാംഗങ്ങളും ഒപ്പുശേഖരണം തുടങ്ങി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒപ്പുശേഖരണത്തിൽ എൻഡോസൾഫാൻ ഇരകൾക്ക് വേണ്ടി വിവിധ ജില്ലകളിൽ നിന്നുള്ള മനുഷ്യസ്നേഹികൾ കൈകോർക്കും. 3.5 ദശാബ്ദമായി കാസർകോട്ട് നെഞ്ചുകീറി നിലവിളിക്കുന്ന ആയിരങ്ങളുടെ കാഴ്ചയും ശബ്ദവുമാവാൻ ഈ വരുന്ന സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ ഇന്ത്യ എൻഡോസൾഫാനെതിരെ വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് MT വാസുദേവൻ നായർ ചെയർമാനായ എൻവിസാജ് ഒപ്പുശേഖരണം തുടങ്ങി. ഈ മാസം 25 മുതൽ 29 വരെ നടക്കുന്ന സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ നിരോധിക്കപ്പെടുകയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ടതുമായ 22 രാസവസ്തുക്കളുടെ കൂട്ടത്തിൽ 23ാമത്തെ ഇനമായി എൻഡോസൾഫാനെ ഉൾപ്പെടുത്തണമെന്നാണ് പ്രധാന ആവശ്യം. ഇതിനായി ഈ മാസം 24 മുൻപ് തന്നെ ഇന്ത്യ എൻഡോസൾഫാൻ നിരോധിക്കണമെന്നും എൻവിസാജ് ആവശ്യപ്പെടുന്നു. ഈ ആവശ്യം ഈ വർഷമെങ്കിലും ഇന്ത്യ നടപ്പിലാക്കുമെന്ന പ്രതീക്ഷകളോടെ എൻഡോസൾഫാൻ ഇരകളും കുടുംബാംഗങ്ങളും ഒപ്പുമര ചുവട്ടിലെത്തി. കാഴ്ച കുറഞ്ഞ കണ്ണുകളുടെ പിൻബലത്തിൽ വിറയ്ക്കുന്ന കൈകളോടെ തങ്ങൾക്കും തങ്ങളുടെ വരും തലമുറയ്ക്ക് വേണ്ടിയും അവർ ഒപ്പുവെച്ചു. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്ന സമ്മേളനത്തിൽ തീരുമാനിക്കപ്പെടാൻ പോകുന്നത് എൻഡോസൾഫാൻ വേണമോ വേണ്ടയോ എന്ന കാര്യമാണ്. ആ കാര്യത്തിൽ ഇപ്പോഴും ഇന്ത്യ ഗവൺമെന്റ് അങ്ങോട്ടൊരു തീരുമാനം അറിയിച്ചിട്ടില്ല. ആ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് ഒരു പ്രഹസനം പോലെ ഇങ്ങനെ ഒരു നാടകം നടത്തുകയാണ് കേന്ദ്ര ഗവൺമെന്റ് എന്നാണ് എന്നെപ്പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നത്.
അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം മനുഷ്യത്വരഹിതമായ, മനുഷ്യാവകാശരഹിതമായ, ഇവിടെയുള്ള ഇരകളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണെന്നുള്ളതാണ്. ഈ 2.5 ദിവസത്തെ സന്ദർശനം കൊണ്ട് ഒന്നും തന്നെ കണ്ടെത്തപ്പെടാൻ പോകുന്നില്ല. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒപ്പുശേഖരണത്തിന് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി കാലടുക്ക ഗാന്ധിമാധവനും എൻഡോസൾഫാൻ ഭീകരതയ്ക്കിരയായ ഉമൈദത്ത് ഷാരിയുടെ ഉമ്മ ഹാജറയും ചേർന്നാണ് തുടക്കമിട്ടത്. പ്രധാനമന്ത്രിക്കും പരിസ്ഥിതി മന്ത്രാലയത്തിനും ഐക്യരാഷ്ട്രസഭയിലേക്കും അയക്കേണ്ട രജിസ്ട്രാറിൽ ഒപ്പുവെക്കാൻ 40ഓളം ഇരകളും ഒപ്പുമര ചുവട്ടിലെത്തി. കേരളത്തിലെ എല്ലാ മനുഷ്യസ്നേഹികൾക്കും കാസർകോട്ടെ ഈ ഒപ്പുമര ചുവട്ടിലെത്തി ഒപ്പുവെക്കാം. ഇന്ത്യ വിഷൻ, കാസർഗോഡ്. ശ്രീ എം എ റഹ്മാൻ കാസർഗോഡ് സ്റ്റുഡിയോയിൽ നിന്നും സന്നദ്ധ സംഘടനയായ തണലിന്റെ